ബാർക്കോഴ കേസിൽ ആരോപണവിധേയനായ കെ.എം. മാണി സംസ്ഥാന ധനമന്ത്രിയായി തുടരുന്നത് കള്ളനെ താക്കോലേൽപ്പിക്കുന്ന പ്രവൃത്തിക്ക് സമമാണെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. മാണി പണം വാങ്ങിയെന്ന് തെളിയിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ധനമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നാണ് LDFന്റെ ആവശ്യമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. അങ്ങനെ കേസെടുത്തു. ആ കേസ് ഇപ്പോൾ ആ കേസിൽ പ്രതിയാണ് മാണി. ആ കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ ഒരാൾ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കള്ളനെ താക്കോലേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഖജനാവ് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇദ്ദേഹം ഈ കളവിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത മാന്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാണി രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് പറയാൻ തയ്യാറായത്. അതിനനുസരിച്ചുള്ള പ്രക്ഷോഭണ സമരങ്ങൾ ഉയർന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ധനമന്ത്രി കെ.എം. മാണിയുടെയും രാജി ആവശ്യപ്പെട്ട ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ LDF നേതൃത്വത്തിൽ നടത്തിയ ധർണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യവർജനം സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞ വൈക്കം വിശ്വൻ മുഖ്യമന്ത്രിയും ബാർക്കോഴ കേസിൽ പങ്കാളിയാണെന്നും നിരവധി അഴിമതി കേസിൽ കൂട്ടുപ്രതി ചേർക്കപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നും LDF കൺവീനർ ആവശ്യപ്പെട്ടു. ജി. സുധാകരൻ MLA, A. മാരിഫ് MLA, P. തിലോത്തമൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന വാസിഡോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി, ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി കളത്തിൽ വിജയൻ, NCP നേതാക്കൾ എന്നിവർ ധർണ്ണയ്ക്ക് നേതൃത്വം നൽകി.